ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കിട്ടില്ലോ സ്കിപ്പ് പടത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നേക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒരു റിവ്യൂ എൻ്റെ ചാനലിലൂടെ ഞാൻ ചെയ്യണത്. അപ്പോൾ പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിൽ 2024. പക്ഷെ ഞാൻ IMDb നോക്കിക്കഴിഞ്ഞപ്പോൾ 2023 കാണുന്നത്. ഞാനിത് കണ്ടേ ഉള്ളൂ, കണ്ടു വന്ന ഇരിപ്പിലാണ് ഈ റിവ്യൂ പറയണത്. പടത്തിൻ്റെ ആദ്യം പറയേണ്ടത് പടത്തിൻ്റെ ഡയറക്ടറിനെ പറ്റിയാണ്. കാരണം എനിക്കറിഞ്ഞു ആരെ ഡയറക്ടറൊന്നും, പക്ഷേ ഡയറക്ടറിൻ്റെ പേര് നിഖിൽ നാഗേഷ് ഭട്ട്. പക്ഷെ എൻ്റെ മോനെ ഇങ്ങനെ പടം എടുത്ത് നോക്കാം ഓടി. എന്നാ പടമാണത്, ഒരു രക്ഷയില്ലാത്ത പടം. രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഈ മൂവി, ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു പടം. കാരണം ഈ എന്താ പറയുക, ഈ റെയ്ഡ് റിഡംഷൻ ഒരു പടം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഒരു ഫോറിൻ ലാംഗ്വേജാണ്, കൊറിയനോ ജപ്പാനോ ഒരു പടം. അതും ഇപ്പം അത് കാണാത്തൊരു പോട്ടെ, ജോൺ വിക്ക് കണ്ടവരായിട്ട് എല്ലാവരും ഉണ്ടാവുമല്ലോ, കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ആ ജോൺ വിക്കിൻ്റെ തോളോട് തോൾ നിൽക്കുന്ന ഒരു പടം. വയലൻസ് എന്നൊക്കെ പറഞ്ഞ ഇമാതിരി വയലൻസ്, എൻ്റെ ദൈവമേ. അതുപോലെ ഇതിൻ്റെ കാസ്റ്റിൽ വന്നേക്കണത് ആരൊക്കെയാ, ലക്ഷയ, അവനാണ് മെയിൻ നടൻ. പിന്നെ ഇതിൻ്റെ വില്ലനായിട്ട് ഇവരെ മെയിനായിട്ട് വില്ലനായിട്ട് എടുത്ത് കാണിക്കണ രാഘവ് ജുവൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരുടെ എനിക്കറിയാവുന്ന ആകെ ഒരാളുള്ളൂ, നമ്മുടെ ഗില്ലിയിൽ വിജയിൻ്റെ അപ്പനില്ലേ പോലീസായിട്ട്, ആശിഷ് വിദ്യാർത്ഥി. പുള്ളി ഇതിൻ്റെ വില്ലന്മാരുടെ ഒരു തലവൻ, വില്ലന്മാരുടെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഈ സെറ്റപ്പിലാണ് അവർ കൊണ്ടുവന്നേക്കണം. പക്ഷേ ഇതിൻ്റെ പടത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ, ആ ഒരു ട്രെയിനിൽ യാത്ര പോകുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ 2 NSG കമാൻഡോസ് കയറുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചല്ല, ഒരു കുന്ന് ആൾക്കാർ മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. അവിടെ സ്ഥിരം ജോലി അത് തന്നെയാണ്. ഇങ്ങനെ ട്രെയിൻ കൊള്ളയടിച്ച് പൈസ ഉണ്ടാക്കി ആൾക്കാരെ തട്ടി വാങ്ങിച്ചെടുത്ത് പോവുക, അതാണ് അവരുടെ മെയിൻ പണി. അപ്പോൾ ഇവർക്ക് അബദ്ധം പറ്റിപ്പോയി, നല്ല ആൾക്കാരുടെ മുമ്പിലെ പെട്ടുപോയെന്നുള്ളൊരു അവസ്ഥയാണ് ഇതിൽ കാണിക്കണം മൂവി. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. തീം, ഡയറക്ഷൻ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ട് പുള്ളി എടുത്ത് വെച്ചേക്കണം ഈ ഒരു ചെറിയ സീനാണെങ്കിലും. ഇതിൻ്റെ തുടക്കമൊക്കെ നമ്മൾ വിചാരിക്കും ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇത് സ്ഥിരം നടക്കാറുള്ള ഇടിയൊക്കെയാണല്ലോ എന്നും, അല്ലെങ്കിൽ ഇടിയും ഫൈറ്റൊക്കെ ആണെന്നുള്ള വിചാരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് കിൽ, അത് എഴുതി കാണിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നളിയാ അങ്ങോട്ട് കോരി തെരിക്കണ ഫീലിംഗ് ആണിത്. എനിക്കാണെങ്കിൽ രോമാഞ്ചമാണ് ഫീലിംഗ്, കണ്ണ് പൊത്തിപ്പോകാൻ മാത്രം വയലൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് എന്താ പറയുക, 18+ ആണ് എന്തായാലും. കാരണം ഇതിൻ്റെ ഇച്ചിരി വയലൻസ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ജോൺ വിക്കിന് എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ റെയ്ഡ് റിഡംഷനൊന്നും കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക, എന്നിട്ട് ഈ മൂവി കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. കാരണം അത്രക്ക് സീനാണ് ഈ പടം. എൻ്റെ മോൻ ഇതിലെടുത്ത് പറയേണ്ട കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, അതേപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, വിഷ്വൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നളിയാ. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്, ഒറിജിനാലിറ്റി ചെയ്ത് വെച്ചേക്കണത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒറിജിനലാണടി, അങ്ങനെ തോന്നിപ്പോകും ചില വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ സ്റ്റണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് ആരാണ് ചെയ്തേക്കണേ, സെയോങ് ഹോ നമുക്കറിയില്ല, പക്ഷെ ഇവൻ ചെയ്തേക്കണ കുറച്ച് ഹൃതിക് റോഷൻ്റെ വാറും, പിന്നെ ടൈഗർ 3 ഇതൊക്കെ പുള്ളിക്ക്. പിന്നെ ഒരു ഇംഗ്ലീഷ് സ്നോ പേസർ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഒക്കെ ഒരു പടമാണ്, ഞാൻ അതിൻ്റെ കണ്ടിട്ടുണ്ട്. ഇത് ട്രെയിനിലൊരു സെറ്റപ്പ് എന്തുമാണ്, ഞാനത് അതിൻ്റെ കഥ ഒന്നും ഓർക്കണില്ല. അത് കിടിലം പടമുണ്ട് അത് എന്തായാലും. അപ്പോൾ മെയിനായിട്ട് പറയേണ്ട ആൾക്കാരൊക്കെ ഞാൻ പറയണുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ആർട്ടിൽ ആരൊക്കെ ചെയ്തേക്കണം, കാരണം എല്ലാം ഹിന്ദി നെയിംസ് ആയതുകൊണ്ട് എനിക്കൊരു പിടിയില്ല ആരൊക്കെയാണെന്ന്. പക്ഷേ ഹാറ്റ്സ് ഓഫ് എവരിവൺ, എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ബ്ലഡ് പോണതും, ബ്ലഡേ ഉള്ളൂ പടത്തിൽ എന്തായാലും, പക്ഷെ അതുപോലും നല്ല പെർഫെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒറിജിനൽ എങ്ങനെയാണോ അതേപോലെ തന്നെ തോന്നുള്ളൂ. അത് നിങ്ങൾ പടം എന്തായാലും കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തായാലും. അതുപോലെ സെക്കൻഡ് ഹാഫ് ഞാൻ പറയുവാണെങ്കിൽ ഫുള്ള് എന്താ പറയുക, ഒരു ബ്രൂട്ടൽ കില്ലിംഗ് ആണ് നടക്കുന്നത്. ഇങ്ങോട്ടാണെങ്കിൽ ഒരു ദാക്ഷിണ്യം പോലും ഇല്ല. ഇങ്ങനെ കൊല്ലാവോന്ന് വരെ വില്ലൻ നടനോട് ചോദിക്കേണ്ട അവസ്ഥ വരെ മൂവിയിലുണ്ട്. അത്രക്കും സീനാണ് പടം. ഞാനെങ്ങനെ പറയും, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് പോയി പടം കാണാം. പടം കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഇടാം. ഇപ്പോഴും ത്രില്ല് മാറണ്ട, ഒരു തവണ കൂടി കണ്ടാലോ എന്ന് ആലോചിക്കുക, കാരണം അത്രയ്ക്ക് അടിപൊളി പടവും. അപ്പം എന്തായാലും അപ്പം കുറേ നാൾക്ക് ശേഷം ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഒരു ആക്ഷൻ ത്രില്ലർ
വയലൻസ് മൂവി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും നമ്മൾ കൂടുതലും ഈ ഇംഗ്ലീഷ് പടങ്ങളാണ് കാണുന്നത്, നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്ന്. ഒരു ഇംഗ്ലീഷ് പടം വെല്ലണ പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രക്ക് അതും ഒരു സെൻസേർഡ് ഇല്ലാത്ത സീനാണ്. എൻ്റെ പൊന്നെ സീനായി പോകണം. ഇപ്പം എന്തായാലും ബൈ.